ഹലോ, ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉണക്ക കപ്പയും കടലയും വെച്ചിട്ടുള്ളൊരു ഡിഷാണേ. അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് നല്ല ഉണങ്ങി വെച്ചിരിക്കുന്ന കപ്പ 1/2 കിലോയോളം വേണം. പിന്നെ 250 ഗ്രാമോളം കടലയാണ് വേണ്ടത്. കടല തലേദിവസം തന്നെ കുതിർത്ത് വെക്കുകയാണെങ്കിൽ അത് ഏറ്റവും നന്ന്. കപ്പ നമുക്ക് അന്ന് തന്നെ ഒരു അരമണിക്കൂറോളം വെള്ളത്തിലിട്ട് കുതിർത്താൽ മാത്രം മതിയാകും. ആദ്യം നമുക്ക് കപ്പയും കടലയും നല്ല വൃത്തിയായി കഴുകി എടുക്കാം. അതിനുശേഷം കുക്കറിലേക്ക് ഈ കടലയും കപ്പയും ഒരുമിച്ചിട്ടതിന് ശേഷം മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ശേഷം ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി ഒരു 3 വിസിലടിക്കും വരെ ഗ്യാസിലേക്ക് വയ്ക്കാം. 3 വിസിലടിച്ചതിന് ശേഷം ഈ കപ്പയും കടലയും ഒരു ചോർപ്പയിലേക്ക് മാറ്റി അത് ഊറ്റി വെക്കാം. വെള്ളം വാർത്ത് കളയാം. ഇതിൽ വെള്ളം മുഴുവനും വാർന്നു പോയതിന് ശേഷം വീണ്ടും നമ്മളത് കുക്കറിലേക്ക് തന്നെ മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് നമുക്ക് തയ്യാറാക്കാം. അതിനാവശ്യമായി തേങ്ങ, അതുപോലെ മഞ്ഞൾപ്പൊടി, ജീരകം, വെളുത്തുള്ളി, കൊച്ചുള്ളി ഉണ്ടെങ്കിൽ അത്. എനിക്കിപ്പോൾ കൊച്ചുള്ളി ഇല്ലാഞ്ഞതുകൊണ്ട് ഞാൻ സവാളയാണ് എടുത്തിരിക്കുന്നത്. സവാളയാണെങ്കിൽ ഒരു സവാളയുടെ പകുതി ഭാഗം ചെറുതായി മുറിച്ചിട്ടത്. ഇത്രയും നമുക്ക് നന്നായി ചതച്ചതിന് ശേഷം ഈ വേകാനായി വെച്ചിരിക്കുന്ന കപ്പയിലേക്ക് ഈ ചതച്ച അരപ്പും കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ശേഷം മിക്സ് ചെയ്തതിന് ശേഷം ഒരു മൂടി വെച്ച് ഈ കുക്കറിനെ അടച്ചു വയ്ക്കുക. ഒരു 10 മിനിറ്റോളം ചെറിയ തീയിലിട്ട് വേവിച്ചെടുത്തതിന് ശേഷം ഇതിനെ നമുക്ക് മാറ്റി വെച്ച് അതിന് ശേഷം കടുക് താളിച്ചിടാം. അതിനായി നമുക്ക് കൊച്ചുള്ളി വേണമെന്നില്ല. വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം കടുകിട്ട് കറിവേപ്പിലയിട്ട് വറ്റൽമുളക് ചേർത്ത് കടുക് പൊട്ടിച്ചതിന് ശേഷം ഇതിനെ നമുക്ക് ഈ കപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം അത് വാങ്ങി വെച്ച് മിക്സ് ചെയ്ത് നല്ല വൃത്തിയായി കുഴച്ചതിന് ശേഷം അതിലേക്ക് 1 സ്പൂണോളം വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് മിക്സ് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. തീർച്ചയായും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ശേഷം ഇതിന് ഞാൻ പ്രത്യേകിച്ച് പേരൊന്നും ഇട്ടിട്ടില്ല. ഈ ഡിഷിന് നിങ്ങൾക്ക് പറ്റിയ പേരെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് കാണുന്നതിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ചെയ്യാൻ മറക്കല്ലേ.